മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. പൂന്താനം നമ്പൂതിരി രചിച്ച ജ്ഞാനപ്പാനയിലെ വാക്കുകൾ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടത്. മാറാപ്പ് മറ്റൊരാളാണ് ചുമന്നത് എന്ന് മാത്രം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് അകമ്പടിയും സ്പെഷ്യൽ കസേരയും ഇല്ലാതെ സ്റ്റീൽ ബെഞ്ചിൽ ഇരിക്കുന്ന പിണറായി വിജയന്റെ ചിത്രമാണ് ജ്ഞാനപ്പാനയെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു തമിഴ് സിനിമയിലെ നായകനെ പോലെ നിരവധി കാറുകളുടെ അകമ്പടിയോടെ മാത്രം കണ്ടിരുന്ന പിണറായി വിജയനെ എല്ലാം നഷ്ടപ്പെട്ട പ്രമാണിയായി സമൂഹ മാധ്യമങ്ങൾ കാട്ടുന്നു. പണമില്ലാത്തവന് പിണമെന്നും പിണറായിയുടെ അവസ്ഥയെ പരിഹസിക്കുന്നവരുണ്ട്. പ്രതാപകാലത്തെ പോലെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തെ പോലെ ചുറ്റും പോലീസുകാരോ അകമ്പടി സേവകരോ ആരാധകരോ ഒന്നുമില്ല. രംഗം തിരുവനന്തപുരത്ത് നടന്ന സത്യപ്രതിജ്ഞയ്ക്കായി ട്രെയിൻ കാത്തിരിക്കുന്ന പിണറായി വിജയൻ. സമീപം CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. വലിയ ബാഗുമായി ഒരു യുവാവും. നേരത്തെ പറഞ്ഞ മാറാപ്പ് ചുമക്കുന്നയാൾ. പ്രതിപക്ഷ നേതാവ് എന്ന പദവി കാരണമാണോ, മുൻ മുഖ്യമന്ത്രി എന്ന കാരണത്താലോ അല്പം മാറി ഏതാനും പോലീസുകാരും നിൽക്കുന്നുണ്ട്. വല്ലാത്ത ഒരു കാവ്യനീതി, അല്ലെങ്കിൽ കാലം കാത്തുവെച്ച പ്രതികാരം. അങ്ങനെ പല പ്രയോഗങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ പലരും ഓർത്തെടുക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദൃശ്യങ്ങളാണ്. സ്ഥിരമായി ട്രെയിനിൽ സാധാരണക്കാരെ പോലെ സഞ്ചരിച്ച ഉമ്മൻചാണ്ടി ലാളിത്യത്തിന്റെ അടയാളമായാണ് പലരും ഉയർത്തിക്കാട്ടിയത്. ലളിതമായ ജീവിതശൈലി പിന്തുടർന്ന ഉമ്മൻചാണ്ടി ഔദ്യോഗിക പദവികളിൽ ഇരിക്കുമ്പോഴും അല്ലാതെയും സാധാരണക്കാർക്കൊപ്പം ട്രെയിനുകളിലും ബസ്സുകളിലും യാത്ര ചെയ്തിരുന്നു എന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു. 2015-ൽ മലപ്പുറത്ത് നിന്നും തലസ്ഥാനത്തേക്ക് ട്രെയിനിൽ മടങ്ങുകയായിരുന്ന ഉമ്മൻചാണ്ടി ട്രെയിൻ ഏറെ നേരം പിടിച്ചിട്ടതിനെ തുടർന്ന് പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി സാധാരണക്കാരെ പോലെ കുറച്ചു ദൂരം നടന്നു. സമയത്തിന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനായിരുന്നു ഉമ്മൻചാണ്ടി ഈ വഴി തിരഞ്ഞെടുത്തത്. എന്നാൽ ഇത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സാഹചര്യങ്ങളും പ്രവൃത്തിയും ഒന്നു തന്നെ എന്ന് വാദിക്കുന്നവരുമുണ്ട്. ഭരണവും മുഖ്യമന്ത്രി സ്ഥാനവും പോയപ്പോഴാണ് പിണറായി വിജയൻ ലാളിത്യം കാട്ടുന്നത്. പക്ഷേ മുൻപുണ്ടായിരുന്ന സൗഭാഗ്യങ്ങൾ ഇല്ലാത്തതിൽ ഒരു പരിഭവമോ സന്തോഷക്കുറവോ പിണറായി കാട്ടിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നവരുമുണ്ട്. സാധാരണക്കാരനായി തിരികെ വരാൻ പിണറായിക്ക് മടിയുണ്ടായില്ല എന്നത് പ്രശംസനീയമാണ് എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ലാളിത്യം ഏതൊരു ഭരണകർത്താവിന്റെയും മുഖമുദ്ര ആകണമെന്നാണ് സാധാരണ ജനം ആഗ്രഹിക്കുന്നത്. തങ്ങളിൽ ഒരാളാണ് തങ്ങളെ ഭരിക്കുന്നത് എന്ന തോന്നൽ ഭരണകൂടത്തിൽ വിശ്വാസം ജനിപ്പിക്കാനും വർദ്ധിപ്പിക്കാനും സഹായകമാകും. ഇതിനിടെ മറ്റൊരു സംഭവം ഉണ്ടായി. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയിരുന്ന Z+ കാറ്റഗറി സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ Y കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഇതോടെ ഗൺമാന്മാർക്ക് പകരം 2 PSOമാരെ അനുവദിച്ചിട്ടുണ്ട്. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായി പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനിക്കും. നവകേരള യാത്രയ്ക്കിടെ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതിയായ ഗൺമാൻ സന്ദീപ് പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു. മറ്റൊരു പ്രതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അനിൽകുമാർ ഇപ്പോഴും പിണറായിക്കൊപ്പം തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണൂർ പിണറായി പാണ്ഡ്യാലമുക്കിലെ വീടിന് മുന്നിൽ കഴിഞ്ഞ 10 വർഷമായി നിൽക്കുന്ന ആ ജീപ്പ് ഉണ്ടല്ലോ, സമൂഹ മാധ്യമങ്ങൾ ഏറെ ആഘോഷിച്ച ജീപ്പ്, അത് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാന സെക്യൂരിറ്റി റിവ്യൂ കമ്മിറ്റി ഉടൻ തന്നെ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ കണ്ണൂർ പോലീസിന് നിർദ്ദേശം നൽകും. യോഗത്തിന്റെ മിനിറ്റ്സ് ലഭിക്കുന്ന മുറയ്ക്ക് ജീപ്പ് അവിടെ നിന്ന് മാറ്റാൻ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ബാറ്ററിയില്ലാതെ തകരാറിലായ ജീപ്പ് കെട്ടിവലിച്ചു കൊണ്ടുപോകേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളത്. കഴിഞ്ഞ 10 വർഷമായി മുൻ മുഖ്യമന്ത്രിയുടെ റെസിഡന്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളും അവർക്ക് ഏക ആശ്രയമായിരുന്ന ജീപ്പിനെ കുറിച്ചും വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്. ഇനി ആദ്യം പറഞ്ഞ പിണറായിയുടെ ചിത്രത്തിലേക്ക് വീണ്ടും തിരിച്ചെത്താം. പിണറായി വിജയനെ സമൂഹ മാധ്യമങ്ങളിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് കാരണമുണ്ട്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ പിണറായി വിജയനായി പ്രത്യേകം കസേര ഒരുക്കുമായിരുന്നു. പോലീസ് ഉൾപ്പെടെ വലിയ സംഘവും പിണറായിയുടെ ചുറ്റും ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ സാധാരണ ബെഞ്ചിൽ പിണറായി വിജയൻ ട്രെയിൻ കാത്തിരിക്കുന്നുവെന്ന് ചിത്രം കാണിച്ച് പലരും പറയുന്നു. അതായത് രാജാവ് ഇപ്പോൾ സാധാരണ പ്രജയായി എന്ന് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടുന്നു. മുൻപ് പ്രത്യേക കസേരയിൽ വെള്ള ടവൽ വിരിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇരുന്നിരുന്നത്. വല്ലാത്ത പതനമെന്ന് ചിലർ വിശേഷിപ്പിക്കുന്നു. ചിത്രത്തിൽ പിന്നിൽ നിന്ന് ഒരാൾ പിണറായി വിജയൻ ഇരിക്കുന്നിടത്തേക്ക് നോക്കി ചിരിക്കുന്നതും കാണാം.
മുമ്പായിരുന്നുവെങ്കിൽ ആ പ്രദേശത്ത് പോലും എത്താൻ ആ വ്യക്തിക്ക് കഴിയുമായിരുന്നില്ല എന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ചിരിച്ചാൽ ചിലപ്പോൾ ഭാവി വരെ നശിച്ചു പോകുന്ന തരത്തിലുള്ള പോലീസ് നടപടി ഒരുപക്ഷെ ആ വ്യക്തി നേരിട്ടേനെ എന്നുപോലും ചിലർ കമന്റ് ചെയ്യുന്നു. ഇന്ന് ആ വ്യക്തി ഭയമില്ലാതെ ചിരിക്കുന്നു. ആ വ്യക്തി ആരാണെന്ന് ആരും ഇതുവരെ സോഷ്യൽ മീഡിയയിൽ മെൻഷൻ ചെയ്തിട്ടില്ല. കാലത്തിന്റെ കാവ്യനീതി എന്നും ജനാധിപത്യത്തിന്റെ കരുത്താണ് ചിത്രത്തിൽ കാണുന്നത് എന്നുമാണ് BJP വക്താവ് റെജി ലൂക്കോസ് പറഞ്ഞത്. എന്തൊരു മാറ്റമാണ് എന്ന കുറിപ്പോടെയാണ് പലരും ഈ ചിത്രം പങ്കുവച്ചത്. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ, ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടി, രാജാവിൽ നിന്ന് സഖാവിലേക്ക് തുടങ്ങിയ കമന്റുകളാണ് സമൂഹ മാധ്യമത്തിൽ ഈ ചിത്രത്തിന് താഴെ നിറയുന്നത്. ന്യൂയോർക്കിൽ തകരക്കസേരയിൽ ഇരിക്കുന്ന കാരണഭൂതന്റെ ചിത്രം ഓർമ്മിപ്പിക്കുന്നുവെന്നും ചിലർ കമന്റിട്ടു. പിണറായി മുഖ്യമന്ത്രിയായ കാലത്തെ പഴയ ചിത്രങ്ങൾ വെച്ചുള്ള ട്രോളുകളും വ്യാപകമായുണ്ട്. 33 ലക്ഷം രൂപയുടെ കറുത്ത ഇന്നോവ ക്രിസ്റ്റ കാറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മുന്നിലും പിന്നിലും അകമ്പടി വാഹനങ്ങളുമായി കുതിച്ചിരുന്ന പിണറായി വിജയനാണ് ആളും ആരവവും ഇല്ലാതെ ഏകാന്ത പഥികനെ പോലെ ഇപ്പോൾ ഇരിക്കുന്നത്. ചിത്രത്തിന് താഴെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോളുകളും പരിഹാസങ്ങളും നിറയുകയാണ്. നിലത്ത് നിൽക്കണം, മനുഷ്യനെ കാണണം, മനുഷ്യത്വം കാണിക്കണം, എവിടെ രാജാവല്ലേ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. ഒരു നല്ല മനുഷ്യന് ആദ്യം വേണ്ടത് മനുഷ്യത്വമാണ്, അതല്ലെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കില്ല, ജനം അതിന് ഉദാഹരണമാണ് എന്നൊക്കെ പലരും ഈ ഫോട്ടോ ടാഗ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. ജനങ്ങളെ ആട്ടിപ്പായിച്ച് ഭയം ജനിപ്പിക്കുന്ന യാത്രകൾക്ക് ഗുഡ് ബൈ, സാധാരണക്കാരനായ യാത്രകൾ തുടരട്ടെ എന്നും പ്രതികരണം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പിണറായി വിജയനെ സ്വീകരിക്കാൻ മുതിർന്ന നേതാക്കളായ EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നില്ല. കാറ്റ് മാറി വീശിയപ്പോൾ കാറ്റിനൊപ്പം പോയി ഒപ്പമുണ്ടായിരുന്നവർ എന്ന് പരിഹസിക്കുന്നവരുമുണ്ട്. വാഴ്ത്തുപാട്ടുകാരെല്ലാം കൈവിട്ടു, എന്ത് വിധി ഇത് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ഇതിനിടെ 2023 ഡിസംബർ 15 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ പ്രതിഷേധത്തിനെത്തിയ KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ രൂപീകരിച്ച SIT സംഘം പണി തുടങ്ങിയിട്ടുമുണ്ട്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന AP ഷൗക്കത്ത് അലിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘമാണ് സാക്ഷികളുടെയും പരാതിക്കാരുടെയും മൊഴിയെടുക്കുക. മർദ്ദനമേറ്റ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, ഇന്നത്തെ MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യക്കോസ് എന്നിവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് ഫോറൻസിക് ലാബിലേക്ക് മുൻപയച്ച വീഡിയോ ദൃശ്യങ്ങളുടെ പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കണമെന്നും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താനാണ് പരിശോധന. പരമാവധി തെളിവുകൾ സമാഹരിച്ച ശേഷം പ്രതികളെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സംഘത്തിന്റെ ആദ്യ യോഗം ഇന്നലെ ചേർന്നിട്ടുമുണ്ട്. കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ആണ് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്നും മാധ്യമങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുവെങ്കിലും ലഭിച്ചില്ല എന്നുമായിരുന്നു ആദ്യ അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നത്. പിന്നാലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പരാതിക്കാരൻ തന്നെ കോടതിയിൽ ഹാജരാക്കി. ഈ ദൃശ്യങ്ങളാണ് പുതിയ അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത്. സംഭവത്തിന് ദൃക്സാക്ഷിയായ മാധ്യമ പ്രവർത്തകൻ പകർത്തിയ ഈ ദൃശ്യങ്ങൾ കേസിൽ നിർണായക തെളിവാകുമെന്നാണ് പ്രതീക്ഷ.